ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നുള്ളതൊന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ്. അപ്പോൾ ഒരു പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റിയൊക്കെ പറഞ്ഞു തരുന്ന ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ മുന്നേ ഒരാൾ ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഫോറവറിൻ്റെ ബീ ഹണീൻ്റെ എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ബീ ഹണി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള നല്ല ഹണിയുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ക്ലീൻ ആയിട്ടുള്ളൊരു പ്ലേറ്റ് വേണം, കുറച്ച് വെള്ളവും വേണം കേട്ടോ. ഞാൻ മുന്നേ ഒരാൾ ചെയ്തത് കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ എനിക്കും അതുപോലെ കിട്ടുമോ എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കൊന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമല്ലോ എന്ന് കരുതി. അപ്പോൾ നമുക്ക് ഫോറവറിൻ്റെ ഹണി എടുക്കാം, പ്ലേറ്റിലേക്ക് കുറച്ചെടുക്കാം കേട്ടോ. നല്ല ഡാർക്ക് കളറിലുള്ള നല്ല കട്ടി ഉള്ള ഇതാണ് കേട്ടോ ഫോറവറിൻ്റെ ഹണി. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഹണിയും കൂടി എടുക്കുക. അത് അത്ര ഡാർക്കായിട്ടുള്ള കളറും അല്ല, അത്ര കട്ടിയും ഇല്ല കേട്ടോ. ഞാൻ പ്ലേറ്റ് ഞാൻ ചെരിച്ച ടൈമിൽ കണ്ടില്ലേ, അത് കുറച്ചൊരു ഇതിലിങ്ങനെ പോകുന്നുണ്ട്. ഫോറവറിൻ്റെ ഹണി ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഫോറവറിൻ്റെ ഹണി എടുത്ത് കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നി. അപ്പോൾ കുറച്ചും കൂടി എടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് രണ്ട് ഭാഗത്തും ഒഴിക്കുക കേട്ടോ. എന്നിട്ടിങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചുറ്റിച്ച് നമുക്ക് നോക്കണം. കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ഞാൻ ബാക്ക് ക്യാമറയിലേക്ക് ആക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുക. ചെറിയൊരു ഭാഗം കട്ടായി പോവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചുറ്റിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഹണി കണ്ടില്ലേ, നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഹണി ഒരുപാട് വെള്ളത്തിൽ ഇതായിട്ടുണ്ട് ഫോറവറിൻ്റെ ഹണീനെ കാട്ടിലും. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് ടൈം എടുക്കും ഇത് ചെയ്തെടുക്കാൻ. കാരണം ഇതിങ്ങനെ ഇതാവണമല്ലോ, എവിടെ വരെ എത്തും നോക്കാം. നമുക്ക് ഏതാണ് പെട്ടെന്ന് അലിയുന്നതെന്നുള്ളത് നോക്കാം വെള്ളത്തിൽ. അതുപോലെ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കാണുന്നുണ്ടോ എന്ന് നോക്കാം. ഞാനിങ്ങനെ ചുറ്റിക്കുന്ന ടൈമിൽ ഇങ്ങനെ ഇളക്കി നോക്കിയായിരുന്നു കേട്ടോ, എന്തെങ്കിലും ആവുന്നുണ്ടോയെന്ന്. കണ്ടില്ലേ, ഒരുപാട് നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഹണി വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ട്. നോക്കാം, അതാ ഫോറവറിൻ്റെ ഹണിയിൽ കണ്ടില്ലേ, ഒരു ലൈൻസ് പോലെ വരുന്നുണ്ട്. എത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇത് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഓക്കെ, അത് കണ്ടോ, ലൈൻസ് വരുന്നുണ്ട്. നമ്മൾ തേനീച്ചക്കൂടിൽ കാണുന്നത് പോലെ ഇങ്ങനെ ലൈൻസ് കണ്ടില്ലേ.
അത് നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഹണിയിലും കാണുന്നുണ്ട് കേട്ടോ, ചെറിയ രീതിയിൽ. പക്ഷെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. വീഡിയോയിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ കാണാം. നോക്കാം അത് എത്രത്തോളം നിൽക്കും എന്നുള്ളത് നോക്കാം. ഏതിലാണ് കൂടുതൽ ടൈം ഉണ്ടാവുക നോക്കാമല്ലോ. ഓക്കെ, ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ടില്ലേ, നമ്മളെ ഫോറവറിൻ്റെ ഹണിയിൽ ഇപ്പോഴും കാണുന്നുണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഹണി. കണ്ടോ, കുറഞ്ഞ രീതിയിൽ മാത്രം നമുക്ക് കാണാനേ പറ്റുന്നുള്ളൂ. ആ ലൈൻസ് ഒന്നുമില്ല ഇപ്പോൾ. കണ്ടില്ലേ, നമ്മൾ ഹണി എടുത്ത ഭാഗം ഇതായിരുന്നു നാട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. ആ ഭാഗത്ത് കണ്ടില്ല എത്രത്തോളമാണ് ഉള്ളത് എന്നുള്ളത്. നമുക്ക് കുറച്ചും കൂടി ചുറ്റിച്ച് നോക്കാം. നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഹണിയിൽ ഇപ്പോൾ ലൈൻസ് ഒന്നും കാണുന്നില്ല കേട്ടോ. കണ്ടില്ലേ, ഹണിയൊക്കെ അലിഞ്ഞു വെള്ളത്തിൽ ഒരു ചെറിയ രീതിയിൽ കാണുന്നേ ഉള്ളൂ. ഓക്കെ, കൈ കടയുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചത്. അപ്പം നമ്മളിങ്ങനെ ചുറ്റിച്ചുകൊണ്ട് നോക്കാം. ഓക്കെ, നമ്മൾ തേനീച്ചക്കൂട്ടിൽ കാണുന്നത് പോലെ ഉണ്ട് അല്ലേ. ഓക്കെ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഓക്കെ, കണ്ടില്ലേ, ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫോറവറിൻ്റെ ഹണി ഉള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. നാട്ടിലെ ഹണിയും നമ്മളെ ഫോറവറിലെ ഹണിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, ഫോറവറിൻ്റെ ഹണിയിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം. 100% ആയിട്ടുള്ള നാച്ചുറൽ ഹണിയാണ്. അതുപോലെ സ്പെയിൻസിൽ ഹൈ മൗണ്ടെയ്ൻസ് ഹാർവെസ്റ്റഡ് ആയിട്ടുള്ള ഹണിയാണ്. റോ ആയിട്ടുള്ള, അതുപോലെ ഹീറ്റൊന്നും ചെയ്യാത്ത, പ്രോസസ്സിങ് ഒന്നും നടത്താത്ത ഹണിയാണ്. അതുപോലെ പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രാഗ്രൻസോ ഒന്നും ആഡ് ചെയ്യാത്ത ഹണിയുമാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഫോറവർ ബി ഹണീൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഗുഡ്നെസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈ റിച്ച് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ ആൻറ്റി ബാക്ടീരിയലായിട്ട് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ നമ്മളെ ഡൈജഷന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ. അതുപോലെ ഹണി നമ്മൾ ഒരുപാട് രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. നമുക്ക് സ്കിന്നിൽ യൂസ് ചെയ്യാം, ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഒരുപാട് റെമഡിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഹണി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് വേണമെങ്കിൽ റോ ഹണിയും അലോവേരയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ബ്രൈറ്റൺ ആയിട്ടുള്ള സ്കിന്ന് വേണമെങ്കിൽ റോ ഹണിയും യോഗട്ടും യൂസ് ചെയ്യാം. അതുപോലെ ഡ്രൈ സ്കിന്നായിട്ടുള്ളവരാണെങ്കിൽ റോ ഹണിയും ഒലീവ് ഓയിലും യൂസ് ചെയ്യാം. അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ ഹണിയും സിനമനും കൂടി യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. ഫോറവറിൽ ഹണി കൂടാണ്ട് ബി പ്രൊഡക്ട്സ് ആയിട്ടുള്ളത് ഫോറവർ പ്രൊപ്പോളിസ് ക്രീം ഉണ്ട്. അതുപോലെ ബി പോളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ്ലറ്റ് ഉണ്ട്. അതുപോലെ റോയൽ ജെല്ലി അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കോംബോ തന്നെ ഉണ്ട് ഹണീൻ്റെ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മനസ്സിലായെന്ന് കരുതുന്നു. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.